ഒന്ന് മാറ്റപ്പാ അങ്ങോട്ട്, വെറുതെ മെനക്കെടുത്താനായിട്ട്. പറകുട്ടിയെ, ഞങ്ങള് ഈ കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്. ഇതുവഴി വന്ന സ്ഥിതിക്കും കാറ് മനസ്സറിഞ്ഞ് നിന്ന് പോയതുകൊണ്ടും ഒന്ന് കേറിട്ടു വന്നാട്ടെ. ഇനിയെങ്കിലും ഞാൻ അമ്മായിന്ന് ധൈര്യമായിട്ടൊന്ന് വിളിച്ചോട്ടെ. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നുവെന്നാണല്ലോ സാധാരണ പറയാറ്. ഞങ്ങൾ എന്തായാലും ഈ ജന്മം ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ഇനി ഞങ്ങൾക്ക് ആവശ്യം അമ്മായിയുടെ അനുഗ്രഹം. അമ്മായി ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അകത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് എന്റെ കടമയാണ്. വരണം. മൂന്നാല് ദിവസമായിട്ട് ഓടുന്നില്ല കേട്ടോ. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ തന്നെ 3 കിലോ കൂടിയിരിക്കുകയാണ്. കമോൺ കമോൺ കമോൺ, ഗെറ്റ് അപ്പ് ഗെറ്റ് അപ്പ് ഗെറ്റ് അപ്പ്. വിചാരിച്ചതാണോ ചേച്ചി അങ്കിൾ ഇത്ര പെട്ടെന്ന് മരിച്ചു പോകുമെന്ന്? ഞാനിവിടെ ചെന്നപ്പോ ആന്റി കിടന്ന് കരയുന്നത് കണ്ടിട്ട് വല്ലാത്ത വിഷമം തോന്നി. ചേച്ചി ഒന്ന് വരേണ്ടതായിരുന്നു. എന്റെ ഏനാ പാർവതി, ഞാൻ വരണമെന്നൊക്കെ വിചാരിച്ചൊരുങ്ങിയതാ. പക്ഷെ ചേട്ടന്റെ അമ്മയുടെ സ്വഭാവം വല്ലാത്തതാ. ഞങ്ങൾ ഒരുമിച്ച് എവിടെ ഇറങ്ങി പുറപ്പെട്ടാലും അപ്പോഴെന്തെങ്കിലും പറഞ്ഞ് തടസ്സപ്പെടുത്തും. അമ്മ പറഞ്ഞാൽ പിന്നെ ചേട്ടൻ ഒന്നും എതിർത്ത് പറയത്തില്ല. അമ്മ പറയുന്നത് കേട്ടോട്ടെ. പക്ഷേ കല്യാണത്തിന് ശേഷം കുറെയൊക്കെ ഭാര്യ പറയുന്നതും കൂടെ കേൾക്കണം. അത് പോട്ടെ, നിന്റെ വർഷപ്പ് എന്നെങ്ങനെ? ഓ, അത് പറഞ്ഞ തീരത്തില് ചേച്ചി. പുള്ളി എപ്പോഴും പറയും ആദ്യം കല്യാണം കഴിച്ചത് വർഷാപ്പിനെയാണെന്ന്, ഞാൻ 2ാം ഭാര്യയാണെന്ന്. പക്ഷേ ഞാൻ എന്ത് പറഞ്ഞാലും ആദ്യം എതിർത്താലും പിന്നെ അനുസരിച്ചോളൂ. അത് നിന്റെ ഭാഗ്യമാ പാർവതി. കാറും ബംഗ്ലാവും ഒന്നുമല്ല പ്രശ്നം, ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുക എന്നുള്ളതാണ്. അല്ല, ഈ വീട്ടിൽ പുതിയൊരാൾ കൂടി താമസിക്കാൻ വരുന്നു എന്ന് കേട്ടു. പുതിയ ആളോ? ആ, 8 മാസം കൂടി കഴിഞ്ഞു. ഞാൻ ഉടനെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ ചേച്ചി, പക്ഷെ പറ്റിച്ചു കളഞ്ഞു. ചേട്ടന് മാത്രമേ ഇതറിയാൻ പാടുള്ളൂ, ആരോടും പറയാൻ. ഇത്രയും നാൾ ഞാനിതെന്റെ മനസ്സിൽ മാത്രം സൂക്ഷിച്ച വേദനയും എനിക്ക് അറിയാവൂ ചേട്ടാ. അത് സാരമില്ല. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവനവന്റേത് മാത്രമായ ചില രഹസ്യങ്ങളുണ്ട്. അതാർക്കും അവകാശപ്പെട്ടതല്ല. ആനി ഇനി ഇതാരോടും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിൽ മാത്രം സൂക്ഷിച്ചാൽ മതി. സ്വന്തക്കാരോ ബന്ധക്കാരോ എനിക്ക് ആരുമില്ല ചേട്ടാ. അവരാച്ചന്റെ വീട്ടുകാർ പോലും എനിക്കെതിരാണ്. ആനി വിഷമിക്കാതെ. ബിജുവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവനെ നല്ല രീതിയിൽ പഠിപ്പിക്കാം. അറിയാതെ ചേട്ടിൽ നിന്ന് ഇത് അമ്മിണിക്കുട്ടി പോലും അറിയരുത്. അറിഞ്ഞാൽ പിന്നെ എനിക്ക് അവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് ഇത് അവരാച്ചന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാണെന്നാണ്.
കരയാതെയായി. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നീ ഒന്നും കഴിക്കുന്നില്ല? എനിക്ക് വിശപ്പില്ല. ഇന്നിവിടുത്തെ ഹൈസ്കൂളിലെ കുറെ കുട്ടികൾ വന്നിരുന്നു എന്നെ പ്രസംഗത്തിന് ക്ഷണിക്കാൻ. അവരുടെ വാർഷികമാണ് പോലും. ഒന്ന് പോയി പ്രസംഗിച്ച് ഷൈൻ ചെയ്യലേ. ഇഷ്ടം.